അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ക്യാൻഡിൽ എത്തിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് എസ്തെറ്റിക് സ്റ്റിക്കേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് കിട്ടും. അതിൽ ആവശ്യമുള്ള സ്റ്റിക്കേഴ്സിൻ്റെ ആ പേജ് എടുത്തിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കും. ഗേളി സ്റ്റിക്കേഴ്സ് ഓർ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ അടിച്ചാൽ നല്ല രസമുള്ളത് കിട്ടും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭയങ്കര ക്ലിയർ ഉണ്ടാവും. അതെങ്ങനെ മനസ്സിലാവുകയെന്ന് വെച്ചാൽ അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഗ്രിഡ് പേപ്പർ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി പാറ്റേൺ പേപ്പറിന് സെർച്ച് ചെയ്യാം. ഇതിൻ്റെ ഇതിൽ ഗ്രിഡ് പേപ്പേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ചാനലിൽ നല്ല രസമുണ്ടാവും. പിൻട്രസ്റ്റിൽ കാണുന്ന ജേണൽ പേജിൽ അവിടെ ഇവിടെ കിടക്കണ ആ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി എസ്തെറ്റിക് ഇല്ലസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. അതിലും ഇതുപോലെയുള്ള കണ്ണിന് കുളിർന്നുള്ള സാധനങ്ങളൊക്കെ കാണും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. എന്തെങ്കിലും ഇപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഡൗൺലോഡ് ആക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ നെവർ മൈൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചേഴ്സ്. നേരത്തെ പറഞ്ഞ അതിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നേരെ ക്യാൻവയിൽ പോവാം. ഇനി അടുത്ത പരിപാടി എഡിറ്റിംഗ് ആണ്. ഇമെയിലൊക്കെ ക്ലിക്ക് ചെയ്തെല്ലാം റെഡിയായ അങ്ങനെ ഒരു ഹോം കയറും. അപ്പോൾ അതിൽ A4 സൈസ് പേജ് ബ്ലാങ്ക് എന്ന് അടിച്ചെടുക്കാം. അതിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത എലമെൻറ്റ്സൊക്കെ റിമൂവ് ആക്കാം. ഇനി നേരെ ഗാലറി എന്നുള്ള ഓപ്ഷൻ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സൊക്കെ സെലക്ട് ചെയ്യാം. ഇനി ഇതൊക്കെ ആവശ്യമുള്ള സൈസിന് റെഡിയാക്കി കൊടുക്കുക. അതായത് രമണാണ് ചെയ്യണ മാതിരി ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിലെല്ലാം ചെയ്തത് ഫോണിൽ ഓൾറെഡി ചെയ്ത് ബുക്കിൻ്റെ പേജ് എടുക്കും പോലെ ഒന്നിങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ വേറൊരു പേജ് കിട്ടും. അങ്ങനെ ഡൗൺലോഡ് ആക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് PDF സ്റ്റാൻഡേർഡ് എന്നുള്ളതിന് PDF പ്രിൻ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റിയിൽ പ്രിൻ്റ് ചെയ്തെടുക്കും. ഇനി അത് പ്രിൻറ്റിങ് ഷോപ്പിക്കോ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് പ്രിൻ്റ് എടുത്ത പിക്ചേഴ്സ്. ഇത് ഓരോന്നായി കട്ട് ചെയ്യാം. കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കേഴ്സിനേക്കാളും കൂടുതൽ സ്റ്റിക്കേഴ്സിൻ്റെ വേസ്റ്റ് ആക്കാൻ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഏതായാലും സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്ത് നമുക്കിതൊന്ന് ഓർഗനൈസ് ആക്കാൻ സ്റ്റിക്കർ ബുക്ക് കൂടി ഉണ്ടാക്കിയാൽ ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ A4 പേപ്പറോ എടുക്കാൻ. അപ്പോൾ എടുക്കേണ്ട ചാർട്ട് പേപ്പറാണ്. അത് നമുക്ക് ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു A2 സൈസിലുള്ള സ്റ്റിക്കർ ബുക്കാണ് ഉണ്ടാക്കുന്നത്. അടുത്ത പരിപാടി ഈസിയാണ്, പക്ഷേ ടാസ്ക്കാണ്. ഇതന്നെ സെല്ലോ ടേപ്പ് എടുത്ത് ഒട്ടിക്കുക. വലുതെടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞാൻ കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഇതിൽ ഓർഗനൈസ് ആക്കി വെക്കണം. കട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഇത്രയൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഓൾറെഡി എൻ്റെ പണ്ടത്തെ സ്റ്റിക്കേഴ്സ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടി കൂടുതൽ തോന്നണേ. ഇനി നമുക്കിത് ബൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും മറക്കും ഈ ക്ലിപ്പ് വാങ്ങാൻ. അപ്പോൾ നമ്മൾ ലോട്ടറി ക്ലിപ്പ് തന്നെയല്ലേ മതി. ഇനി ഇതിലേക്ക് പശ ഇടാം. പശയ്ക്ക് തീരെ പിശ് കാണിക്കണ്ട കേട്ടോ, നല്ലോണം കിട്ടുന്നുണ്ട്. ഇതൊരു ഏകദേശം ഒരു 6 hours കീപ്പ് ചെയ്യണേ. കുറച്ച് ഉറപ്പിന് വേണ്ടി ഈ ഒരു പേപ്പർ ഒട്ടിക്കണം നല്ലതാണ്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ ആ ബ്രൗൺ പേപ്പർ ഒട്ടിക്കുന്ന ഭാഗം എവിടെയോ എടുക്കാൻ മറന്നുപോയി തോന്നുന്നു. ഇപ്പം ഞാൻ ഏകദേശം ഇതേമാതിരിയാണ് ഒട്ടിക്കണത്. ഇത് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് കണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കാണാൻ കുറച്ച് മൊഞ്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക്. എങ്ങനെയുണ്ട്? അടുത്ത പരിപാടിയാണ് ലാസ്റ്റത്തെ പരിപാടി. അതായത് ഫെവി സ്റ്റിക്ക് കൊണ്ട് ഇതിൽ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിക്കുക.
നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പണ്ടത്തെ പിക്ചേഴ്സൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ടൈം ലാപ്സിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ബുക്ക് മുഴുവൻ ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഫിഫ്ത്ത് റോൻ്റെ കുറവ് കൂടി വേണ്ടല്ലേ.